ഇന്നലെ വൈകിട്ട് തിരുവാങ്കുളത്ത് നിന്നും കാണാതായ 3 വയസ്സുകാരി കല്യാണിക്കായി കുടുംബവും നാട്ടുകാരും നെഞ്ചിടിപ്പോടെ കാത്തിരുന്നത് 11 മണിക്കൂറാണ്. അവസാനം പുലർച്ചെ 2:30-യോടെ മൃതദേഹം മൂഴിക്കുളം പാലത്തിന് താഴെ പുഴയിൽ നിന്ന് കണ്ടെത്തുമ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണു നിറഞ്ഞു. മൂഴിക്കുളം പാലത്തിലും പുഴയിലുമായി 4.5 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പതിവ് പോലെ അങ്കൻവാടിയിലേക്ക് പോയ കല്യാണി പിന്നീട് തിരികെ വന്നില്ല. പിതാവ് പോലീസിൽ പരാതി നൽകി. തനിക്കറിയില്ല എന്നായിരുന്നു അമ്മ സന്ധ്യയുടെ മൊഴി. അമ്മ സഞ്ചരിച്ച വഴിയിലൂടെ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവാങ്കുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് കുഞ്ഞുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ കിട്ടി. സന്ധ്യ കുഞ്ഞിനെയും കൊണ്ട് ആലുവയിലേക്ക് പോയിട്ടുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. കുറുമശ്ശേരിയിൽ നിന്ന് ഓട്ടോ കയറിയ സന്ധ്യയ്ക്കൊപ്പം കുട്ടി ഉണ്ടായിരുന്നില്ല എന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി നിർണായകമായി. ഇവിടുന്ന് ഏതോ വണ്ടിക്ക് കുറുമശ്ശേരിയിൽ ഒന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി ഒളിച്ച് വീട്ടിലേക്ക് പോയി. മാക്കോൽത്താരം 1 കിലോമീറ്ററുള്ളവർ ഇല്ല. അന്നേരം കുട്ടിയില്ല. ഈ ആള് മാത്രം വന്നു. തെളിവ് വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞുവെന്ന് അമ്മ മൊഴി നൽകി. 10 മണിയോടെ ഇവിടെ എത്തിയ ആലുവ ഡിവൈഎസ്പിയുടെ സംഘവും ഫയർഫോഴ്സും പരിശോധന ആരംഭിച്ചു. ഏറെ നേരം തിരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. ശക്തമായ മഴയും പ്രതിസന്ധി ഉണ്ടാക്കി. കൂടുതലായിട്ട് തിരച്ചിലുണ്ടാവും സാറേ. പുഴയിലുണ്ടാവും. കുട്ടിയുടെ പുലർച്ചെ 1 മണിയോടെ ആലുവയിൽ നിന്ന് സ്കൂബ ടീമും തിരച്ചിൽ തുടങ്ങി. രാത്രി 2:30-യോടെ മൃതദേഹം പാലത്തിന്റെ 3ാമത്തെ തൂണിനടുത്ത് നിന്ന് കണ്ടെത്തി. മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ജീവനറ്റ കല്യാണിയെ കാണേണ്ടി വന്നതിന്റെ ദുഃഖത്തിലേക്ക് നാടമർന്നു. മീഡിയ 1 കൊച്ചി.